വരൾച്ചയുടെ ഭീഷണി നാം അറിയുന്നത് ഭക്ഷണം അപരിചിതരുമായി പങ്കുവെക്കേണ്ടി വരുമ്പോഴാണ്. മനുഷ്യർ പോട്ടെ, ഭക്ഷണം മൃഗങ്ങളുമായി പങ്കുവെക്കേണ്ടി വരുമ്പോഴോ? കടുത്ത വരൾച്ച നേരിടുന്ന ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. മൃഗങ്ങളുമായി വിഭവങ്ങൾ പങ്കുവെക്കേണ്ടി വരുന്നത് മാത്രമല്ല, ആ മൃഗങ്ങളെ കൂടി അറുത്ത് ഭക്ഷണമാക്കി വിശപ്പടക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ 100 വർഷത്തിനിടെ നമീബിയ നേരിട്ട ഏറ്റവും വലിയ വരൾച്ചയിൽ നാം കാണുന്നത്. ഈ ആഴ്ച 700-ലധികം മൃഗങ്ങളെ കൊല്ലാനുള്ള പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരണ്ട ഭൂമിയിലൂടെ മൃഗങ്ങളുടെ ശവശരീരങ്ങൾക്കിടയിലൂടെ ആനകളും സീബ്രകളും ചുറ്റി നടക്കുന്നത് നമീബിയയിലെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. എറ്റോഷ നാഷണൽ പാർക്കിൽ ഒരു മൃഗഡോക്ടർ കാണ്ടാമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണിത്. മുട്ടോളം ഉയരം മുതൽ ഇടുപ്പ് വരെ ഉണ്ടായിരുന്ന പുല്ല് ഇപ്പോൾ ഇവിടെയില്ല. It is a very severe drought, one of the severest that I've seen. And as you can see here, there should be grass knee high to hip high, and there is nothing. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കാണ്ടാമൃഗവും കൊല്ലപ്പെട്ടേക്കാം. നമീബിയൻ പരിസ്ഥിതി വനം ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് എറ്റോഷെ പാർക്കിൽ തന്നെ 83 ആനകൾ, 30 ഹിപ്പോകൾ, 60 എരുമകൾ, 50 ഇംപാലകൾ, 300 സീബ്രകൾ എന്നിവയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമീബിയ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വക്താവ് പറയുന്നത്, ഇവിടെ നമീബിയയിൽ വരൾച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ആഘാതം നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നതേ ഉള്ളൂ. Drought is real here in Namibia. The impact is felt by our people, and we cannot overlook the plight of our people at the time when they need us most. വരൾച്ച കാരണം ഈ വർഷം തങ്ങൾ വിളവെടുക്കുന്നില്ലെന്നാണ് ഒരു പ്രാദേശിക കർഷകനായ വിക്ടർ ഷിഫോ പറഞ്ഞത്. True speaking, we are not harvesting this year because of the drought. We plowed during December, January. Then our crops is just start to grow, and they just die at the early stage. ഞങ്ങൾ ഡിസംബർ മുതൽ ജനുവരി വരെ ഉഴുതുമറിച്ചു. തുടർന്ന് ഞങ്ങളുടെ വിളകൾ തളിർക്കാൻ തുടങ്ങി. അവ വളർന്നു വരുമ്പോഴേക്കും ചൂടിലും ജലമില്ലാതെയും ചെടികൾ നശിച്ചുപോകുന്നു. വരൾച്ച കാരണം നമീബിയ മാത്രമല്ല, സിംബാബ്വെ, മലാവി, സാംബിയ എന്നീ രാജ്യങ്ങളും ഭക്ഷണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഈ മൃഗങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്ന് ഒരു സഹായ ശബ്ദം ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം റിലയൻസ് മേധാവി മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി നേതൃത്വം കൊടുക്കുന്ന ഗുജറാത്തിലെ സ്വകാര്യ മൃഗസംരക്ഷണ കേന്ദ്രമായ വൻതാരയിൽ നിന്നാണത്. മൃഗങ്ങളെ കൊല്ലാതിരിക്കാൻ തങ്ങൾക്കാവുന്നത് ചെയ്യുമെന്നത് വൻതാര നമീബിയയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്.